കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് ഗുരുവായൂരിലെ ചന്ദനം പോലെ ആയിരിക്കണം, ഒരു തരി പോലും ഉണ്ടാവരുത്. UDF എന്നുള്ളത് അവിടുത്തെ ആനപ്പിണ്ടം പോലെ ആയാലും മതി എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എവിടെ? വി.ഡി. സതീശൻ പറഞ്ഞ നിങ്ങളുടെ വണ്ടികൾ നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും അതിനെ മാറ്റാം എന്നുള്ളതാണ് പറയുന്നത്. എത്രത്തോളം ഫേക്കായിട്ടുള്ള ഒരു ലോജിക്കിൻ്റെ പുറത്താണ് കേരളം എന്ന് പറയുന്ന സൊസൈറ്റി നിൽക്കുന്നത് എന്നുള്ളത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. RSS BJPയെ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമാക്കി അവതരിപ്പിക്കാനുള്ള മാധ്യമങ്ങളുടെയും RSSൻ്റെയും ശ്രമങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോയതെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് എല്ലാ ശരികളുടെയും അവസാനത്തെ വാക്ക് പറയുന്ന ധാരാളം ആൾക്കാരെ ഞാനും കണ്ടിട്ടുണ്ട്. ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പെൺകുട്ടി വിവാഹിതയാകുന്നു എന്ന് പറഞ്ഞിട്ട് ആ വാർത്തയ്ക്ക് മലയാള മനോരമ അതിൻ്റെ ആ വാർത്തയിൽ എഴുതി വെച്ചിരിക്കുന്ന മര്യാദകേടുകൾ ഒറ്റ കുത്തിന് ഒരു കോളേജ് വിദ്യാർത്ഥിയെ കൊന്ന ഒരു ചങ്ങാതിയുണ്ട്, കേരളത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്. നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നില്ല. 6 തൊട്ട് 8 വരെ വണ്ടികളാണ് പിണറായി വിജയൻ്റെ കാവൽക്കീഴിലുണ്ടായിരുന്നത് എന്ന് ഭരണം പോയി കഴിഞ്ഞിട്ട് മലയാള മനോരമ പോലും പറഞ്ഞു. ഇതെന്തുകൊണ്ട് നേരത്തെ പറയാൻ വേണ്ടി പറ്റിയില്ല? ശൈലജ ടീച്ചറെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ പിണറായി വിജയനെക്കുറിച്ച് വളരെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. വിജയ് ആഭ്യന്തര വകുപ്പ് കൂടി ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഇവിടെ സതീശൻ ആഭ്യന്തര വകുപ്പില്ല, പക്ഷേ ഹി ഗോട്ട് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് അപ്പോൾ അമിത്ഷാ. ഒരു തരത്തിലുള്ള നയങ്ങളും പിണറായി വിജയന് ബാധകമല്ല എന്ന് വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പിണറായി വിജയനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഒരാൾക്ക് പരസ്പര സമ്മതമുണ്ടെങ്കിൽ എത്ര സ്ത്രീകളുമായിട്ട് വേണമെങ്കിലും ലൈംഗിക ബന്ധമാകാം എന്നൊരു പൊതുബോധം എത്ര പെട്ടെന്നാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഹിസ്റ്റോറിക്കലി ഏറ്റവും കമ്പീറ്റൻ്റ് ആയ ഒരു ഫോഴ്സ് ആവേണ്ടിയിരുന്നതാണ് ഇടതുപക്ഷം. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇടതുപക്ഷം പരാജയപ്പെടുന്ന ഏറ്റവും വലിയ മൊമെൻറ്റും ഇവിടെയാണ്. വയനാട്ടിലെ പൈസയുടെ കാര്യത്തിൽ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത കൂട്ടരെ മനുഷ്യർ തിരഞ്ഞെടുക്കുകയാണ്, മനുഷ്യർ പോയി വോട്ട് ചെയ്യുകയാണ്. അവരെന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു? ഞാൻ 10 മിനിറ്റ് കൊണ്ട് വെച്ചിരുന്ന പരിഹാരം ഇതായിരുന്നു, ഇപ്പോൾ അത് എന്തുകൊണ്ട് മാറി? ഇത് പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന്. നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രം കൊണ്ടു നടന്നില്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ നാട് അത് പട്ടുപോകും. കേരളത്തിൽ പുതിയ ഒരു സർക്കാർ അധികാരമേറ്റെടുത്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 ആഴ്ച തികയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 2 ആഴ്ച എന്നെല്ലാം പറയുന്നത് ഒരു സർക്കാരിൻ്റെ നടപടികളോ എല്ലാം തന്നെ വിലയിരുത്തുന്നതിന് വളരെ ചുരുങ്ങിയ ഒരു കാലമാണെന്നറിയാം. കാരണം നമ്മൾ സാധാരണ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ എല്ലാ സർക്കാരുകൾക്കും ഒരു ഹണിമൂൺ കാലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നടപടികളെ വിലയിരുത്തുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവങ്ങളോ അല്ല ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് പക്ഷേ ഇന്ന് ഒരു സർക്കാരിനോ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ മറ്റാർക്കും തന്നെയും ഈ നമ്മുടെ ഇന്നത്തെ ഒരു മാധ്യമ ലോകത്ത് നിന്ന്, അതായത് നമ്മൾ ഏതോ മനുഷ്യനും ഒരു 24 മണിക്കൂറും ഒരു മാധ്യമങ്ങളുടെ ഒരു ഒബ്സർവേഷനിലാണ്. അതിപ്പം മാധ്യമങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കൺവെൻഷണലായിട്ടുള്ള പത്രങ്ങളോ ടെലിവിഷനോ അല്ലെങ്കിൽ മാത്രമല്ല പല രീതിയിലുള്ള, ഇന്നിപ്പം ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ള ഒരാൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ആൾ തന്നെ ഒരു ജേർണലിസ്റ്റ് ആണെന്നോ മാധ്യമപ്രവർത്തകനാണെന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റായ ഒരു മീഡിയ ഓഡിറ്റിങ്ങിന് വിധേയമായി കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ പൊതുജീവിതത്തിൽ പൊതുമണ്ഡലത്തിലുള്ള എല്ലാ വ്യക്തികളും, സർക്കാരുകളും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരും ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ബിസിനസ്സുകാർ, ഇവരെല്ലാം തന്നെ ഈ ഒരു ഒരു കോൺസ്റ്റൻറ്റ് ഗ്ലെയറിലാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ 2-3 കാര്യങ്ങൾ ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പം അത് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഏതെല്ലാം നിലയിലാണ് അതിനോട് സമീപിക്കുന്നത്, അതിൽ ചില കൃത്യമായ വേർതിരിവുകൾ കാണാൻ പറ്റും എന്നെല്ലാമാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം 71 വയസ്സ് എന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ഒരു സഹകരണ ബാങ്ക് എന്ന് പറയാൻ പറ്റില്ല, എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, അത് സാധാരണ പൊതുവിൽ അതും സഹകരണ ബാങ്ക് എന്നാണ് പൊതുവെ പറയണത്. അതിൻ്റെ ഭാരവാഹിയായിരുന്ന ഒരാളിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് അദ്ദേഹം പോയി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. 71 വയസ്സ് ചെയ്യുന്ന മനുഷ്യനായിരുന്നു ഇബ്രാഹിം കുട്ടി ഹാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു. അത് പല പ്രാവശ്യം ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. സോ ഫാർ സോ ഗുഡ് എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ഭാരവാഹി അവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക തലത്തിലല്ല DCC തലത്തിലെ നേതാവാണ്. ഈ സൊസൈറ്റിയുടെ ഭാരവാഹിയായിരുന്നു. പക്ഷേ ഇത് കേരളത്തിൽ ഇന്ന് എറണാകുളത്ത് ഉള്ള ഒരൊറ്റ ദിനപത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ 1-ാം പേജിലെ വാർത്തയല്ല. അതേസമയം
ഇത് വേറൊരു തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രത്യേകിച്ച് CPM-ൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കിലോ സ്ഥാപനത്തിലോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളെല്ലാം തന്നെ വലിയ ഒരു തരത്തിലുള്ളൊരു മാധ്യമ അറ്റൻഷൻ അതിന് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഒരു വേർതിരിവിന് മാധ്യമങ്ങളിൽ ആരുടെ മരണമാണ് അല്ലെങ്കിൽ ആരുടെ ഇതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ആരുടേതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന നിലയിലുള്ള ഒരു സംഭവം കേരളത്തിൽ നടക്കുന്നുണ്ടോ മാധ്യമങ്ങളുടെ ഇടയിൽ? അതുണ്ട് എന്നുള്ളത് വളരെ ഒബ്വിയസ് ആണ്. അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം എന്നുള്ളത് ഇടത് എക്കോസിസ്റ്റം അത് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് അത് അതിൻ്റേതായ ഒരു സെൽഫ് റൈറ്റിയസ് മൂഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ദേ ആർ സോ ഷുവർ അബൌട്ട് വാട്ട് ദേ വർ ഡൂയിങ്. അപ്പം സൊസൈറ്റി എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളത് കാര്യമായിട്ട് അവർ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്നലെയും മിനിങ്ങാന്നും കൂടി ഉത്തരവാദപ്പെട്ട ജേർണലിസ്റ്റുകൾ പറയുന്നത് ഞാൻ കേട്ടു, പിണറായി വിജയൻ 40 കാറുകളുടെ അകമ്പടിയോടുകൂടിയാണ് പോയത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സാധാരണഗതിയിൽ അതിൻ്റെ ഒപ്പം പോകുന്ന ഒരു 40 വണ്ടികൾ പോകുന്ന ഒരു വിഷ്വലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ വിഷ്വൽ നോക്കി. അപ്പോൾ സത്യം നോക്കുമ്പോൾ എനിക്ക് സംശയം തോന്നിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു മൊബൈൽ ജാമറുണ്ട്. ഈ ഇതിൻ്റെ കാവൽക്കേടിൻ്റെ കൂടുതലൊരു ജാമറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാർക്ക് ആ ജാമറില്ല. ആന്ധ്രാപ്രദേശിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ അവർ ഭയങ്കര നക്സൽ ഭീഷണി ഉണ്ടായിരുന്ന സമയത്ത് ചന്ദ്രബാബു നായിഡുവിൻ്റെ കാവൽക്കേടിൽ ഈ മൊബൈൽ ജാമർ ഉണ്ടായിരുന്നു അന്നത്തെ തന്നെ. കാരണം അത് മുഴുവൻ സിഗ്നലുകളെയും ഓഫർ ചെയ്യും. അപ്പം അപ്പോഴാണ് ഇത് നമ്മൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്നത്, പക്ഷേ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി വയനാട്ടിൽ വരുമ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഈ 40, പക്ഷേ ഇത് പ്രധാനമന്ത്രിയുടെ കാവൽക്കീഴിൽ 40 വണ്ടി ഇല്ല. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി അവിടെ വരുന്നു. അപ്പം സംസ്ഥാനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു 5-8 വണ്ടികളുടെ ഒരു വ്യൂഹമുണ്ട്. പിന്നെ സംസ്ഥാന മന്ത്രിമാർ 2-3 പേര് കാണും. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ചീഫ് സെക്രട്ടറി, DGP അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ജില്ലാ കളക്ടർ, പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വരുന്നവരൊക്കെ അവരുടെയൊക്കെ വണ്ടി ഈ കാവൽക്കേടിൻ്റെ കൂടെ അങ്ങ് പോകും. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പിന്നെ പിണറായി വിജയൻ്റെ തലയിലാണ്. ഇപ്പോഴും അതെ, ഇന്നലെയും ഞാൻ ഇതിനെക്കുറിച്ച് ഉത്തരവാദപ്പെട്ട മനുഷ്യർ പറയുന്നത് കേട്ടു. 20-40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി പോകുന്നവർ. ഇത് CPM സ്വയമായി വരുത്തി വെച്ച ഒരു സാധനമാണ്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയ കൺസ്യൂമേഴ്സും ഉണ്ട്. കാരണം സാധാരണ മനുഷ്യർ ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ പട്ടാളം യുദ്ധം ചെയ്യുന്നതും ഇപ്പോൾ ഓരോ ടെറൈനും പറ്റിയ അവർക്ക് അതിൻ്റെ കോറുകളുണ്ട്. ഇപ്പോൾ ഇൻഫൻട്രി എന്ന് പറഞ്ഞാൽ കാലാൾപ്പട, ആർട്ടിലറി, പീരങ്കിപ്പട, മറ്റേ ആർമേഡ് ടാങ്കുകൾ, പിന്നെ എൻജിനീയേഴ്സ് പാലം പണിയാൻ വേണ്ടിയിട്ട്, സിഗ്നൽസ്, ഇത്രയുമാണ് അവരുടെ ഫ്രണ്ട് ലൈനിലുള്ള കോറുകൾ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സപ്പോർട്ടായിട്ട് സർവീസ് കോർ, EME, ഇങ്ങനെ ധാരാളമുണ്ട്. രാജസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാനുമായിട്ട് പട്ടാളം അവിടെ ചെല്ലുമ്പോൾ ടാങ്കാണ് പോകുന്നത്. കശ്മീരിലെത്തിക്കഴിയുമ്പം ഇൻഫൻട്രിയും ആർട്ടിലറിയും ഉണ്ടാവും. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇൻഫൻട്രി മാത്രമേ ഉള്ളൂ. ഏത് ടെറൈൻ എന്നുള്ളത് അവർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എവിടെ നിന്നൊക്കെയാണ് ആംബുഷ് വരുന്നത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് അറിയത്തേയില്ല, ഇപ്പോഴും അറിയില്ല. ഇത്രയധികം സോഷ്യൽ മീഡിയ ഇവർ ചെയ്ത കാര്യങ്ങളെ ഇത്രയധികം തമസ്കരിക്കപ്പെട്ടിരിക്കും. നമ്മുടെ സൊസൈറ്റിയുടെ നീതിബോധം ഇത്ര അധികം വികലമാക്കി അവർക്കെതിരെ ആയിട്ടും ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കും. അവർക്ക് മനസ്സിലാകുന്നേയില്ല ഇത് എങ്ങനെയൊക്കെ ഓരോ ടെറൈനും വിധത്തിൽ ഇത് മാറ്റേണ്ടതുണ്ട് എന്നുള്ള കാര്യം അതല്ല എങ്കിൽ ഇത് നോക്കൂ, വയനാട് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു സർക്കാർ ലോകത്തിലില്ലാത്തതുപോലത്തെ ഒരു പുനരധിവാസ പ്രവർത്തനം നടത്തുന്നു. അത് സർക്കാർ ചെയ്യുന്നു എന്നുള്ള ബി നമുക്ക് വേണമെങ്കിൽ പറയാം ഏത് സർക്കാരിൻ്റെ പണിയാണത്. അപ്പുറത്ത് പ്രതിപക്ഷം പണം പിരിച്ചിട്ട്, കോൺഗ്രസ് പാർട്ടി പണം പിരിച്ചിട്ട് ആ പൈസ എവിടെയെന്ന് പോലും അറിയത്തില്ലാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥ മനുഷ്യർക്ക് വേണമെങ്കിൽ സ്റ്റാർക്കായിട്ടുള്ള ഒരു അതിൽ സിദ്ദിഖിനെ കൂയി എന്ന് പറഞ്ഞൊരു ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ ഒരു സൈഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കേരളത്തിലെ റൈറ്റ് വിങ് അറ്റ്ലീസ്റ്റ് UDF എക്കോസിസ്റ്റത്തിന് പറ്റി. അതായത് ഈ ഭയങ്കര
മിസ്റെപ്രസൻറ്റഡ് ആയിട്ടുള്ളൊരു മീഡിയ നറേറ്റീവ് കേരളത്തിലുണ്ട്. മീഡിയ നേരത്തെ എക്കോസിസ്റ്റം ജേക്കബ് കേരളത്തിലുണ്ട്. സൂചിപ്പിച്ചത് ഈ സെൽഫ് റൈറ്റിയസ്നെസ് എന്ന് പറയുന്നത് അത് ഞാൻ പറയുന്ന CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സെൽഫ് റൈറ്റിയസ് ആയിട്ടുള്ള ഒരു അരഗൻസ് ആണ്. അത് ഞങ്ങൾ പറയുന്നതിനപ്പുറം വേറെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് എല്ലാ ശരികളുടെയും അവസാനത്തെ വാക്ക് പറയുന്ന ധാരാളം ആൾക്കാരെ ഞാനും കണ്ടിട്ടുണ്ട്. അതുണ്ട്, അതില്ലാതെ ഞാൻ പറയില്ല, അതുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു മീഡിയയുടെ ഒരു സ്വഭാവം നോക്കുമ്പോഴത്തേക്ക് ഓരോന്നിനോടും ഇത് ചെയ്യുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ ഇപ്പം പുതിയതായിട്ട് ഭരണത്തിൽ വന്ന സർക്കാരുണ്ട്, UDF സർക്കാരുണ്ട്. അതിൻ്റെ മുഖ്യമന്ത്രി VD സതീശനുണ്ട്. ഇപ്പോൾ സതീശൻ കഴിഞ്ഞ ദിവസം ഒരു മീഡിയയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ ന്യായമായ കമൻറ്റാണെന്ന് തോന്നി. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു സംഭവത്തിനോട് എപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് ആ പ്രതികരിക്കാനുള്ള അവകാശം എനിക്ക് തരണം, ആ സമയം എങ്ങനെയാണ് നിശ്ചയിക്കണമെന്നുള്ളത് എനിക്ക് തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യാതൊരു സംശയമില്ല അദ്ദേഹത്തിന് ഇത് കൊടുക്കണം. നമ്മൾ 24 മണിക്കൂറും ഈ മൈക്കുമായിട്ട് പോകുന്നവരടുത്ത് പ്രതികരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ നിലയിൽ മാത്രമേ മറുപടി പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ നിലയിലുള്ള സമീപനം പലപ്പോഴും ഇവർ മറുഭാഗത്തായിരിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ സമീപനം അല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൗകര്യപ്രദമായ ഒരു നിലയിലുള്ളൊരു സമീപനം മാത്രമാണ്, അല്ലെങ്കിൽ സൗകര്യപ്രദമായ നിലയിൽ മാത്രമായിട്ട് ഈ കാര്യങ്ങളെ കാണുന്ന ഒരു രീതി. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് മീഡിയയുടെ തരത്തിലുള്ള ആ ഗ്ലെയറിനകത്തുനിന്ന് ഇവർക്ക് പുറത്തു വരാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കിതിലൂടെ ഞാനിത് പണ്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ വളരെ രൂക്ഷമായ ഭാഷയിൽ, ഡെസ്പൈറ്റ് മൈ ബീങ് എ ജേർണലിസ്റ്റ്, ഞാനിത് ഏറ്റവും ആദ്യം കണ്ട് ശശി തരൂരിനെയാണ് മാധ്യമങ്ങളെ ഒരുതരം ചേസ് ചെയ്യുന്ന, ഹണ്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്തരിച്ച ഭാര്യയുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം ഇറങ്ങിയ ഷോപ്പിംഗ് മോളിലേക്ക് വരുമ്പോൾ ഇവർ വേട്ടപ്പട്ടികളുടെ പോലെ പോകുന്നതാണ്. സാധാരണ നമ്മൾ പറയുന്നത് ഇത് പാപ്പരാസി ജേർണലിസത്തെ കുറിച്ചിട്ടാണ്, സെലിബ്രിറ്റികളുടെ പുറകിൽ പോയിട്ട്. മെയിൻ സ്ട്രീം മിസ്റ്റർ തരൂർ അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ചാണ് ഈ വലിയ സ്ഥലത്ത് നിന്ന് പബ്ലിക്കായിട്ട് അദ്ദേഹത്തെ ഷെയിം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറകിൽ വേറെ ജേർണലിസ്റ്റിക്കായിട്ടുള്ള യാതൊരു പർപ്പസും ഇല്ല. ഇതിന് കുറച്ചെങ്കിലും ഒരു അറുതി വന്നത് പിണറായി വിജയൻ വന്നപ്പോഴാണ്. പിണറായി വിജയൻ അദ്ദേഹം പറയേണ്ട സമയത്ത് അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം. ശ്രീ സതീശൻ പറഞ്ഞതിനോട് എനിക്ക് 100% യോജിപ്പാണ്. നിങ്ങൾ എവിടെ വന്ന് കണ്ട, പക്ഷേ അപ്പോൾ സതീശൻ അങ്ങനെ ആദ്യമേ പറയണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇരുന്ന് തരുന്നത് കണ്ടില്ല എന്നുള്ള എപ്പം വേണമെങ്കിലും ഞാൻ ഇരുന്ന് തരും എന്നുള്ള പറയരുത്. അതാണ് അതിൻ്റെ പ്രശ്നം. ഇത് അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. അവിടെ പ്രശ്നം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷത്തിരുന്ന് നമ്മളതൊരു കോൺഗ്രസിനെ ഓഡിറ്റ് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്താണ് അതിൻ്റെ അവസ്ഥ. ഇപ്പോൾ പണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ ഒത്തിരി മനുഷ്യർ ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് ഗുരുവായൂരിലെ ചന്ദനം പോലെ ആയിരിക്കണം, ഒരു തരി പോലും ഉണ്ടാവരുത്. UDF എന്നുള്ളത് അവിടുത്തെ ആനപ്പിണ്ടം പോലെ ആയാലും മതി എന്നുള്ളതാണ്. ആനപ്പിണ്ടം എന്ന് പറയുന്ന സാധനത്തിന് അത് എല്ലാ അലമ്പും കാണുന്നത്. നമ്മുടെ ചാണകം പോലെയല്ല ആനപ്പിണ്ടം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെറ്റ് പാറ്റേൺ. ഇതിൻ്റെ അകത്ത് നമുക്കൊരു വ്യത്യാസമില്ല. ഈ ആനുകൂല്യം മുഴുവൻ അവരെടുക്കുന്നുണ്ട്. ഇടതുപക്ഷത്തെ ഹാൻഡിലുകൾ, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ പലപ്പോഴും ഞെട്ടിയിട്ടുണ്ട്. ഇതെന്തൊരു പ്രിവിലേജാണ് വലതുപക്ഷത്തിൻ്റെ. പക്ഷേ ദാറ്റ് ഹാസ് ബീൻ സെറ്റ്. അതെനിക്ക് തോന്നുന്നു ഒരു 5-6 പതിറ്റാണ്ടുകൾ കൊണ്ട് കേരളത്തിലുണ്ട് ഊറിക്കൂടി വന്ന ഇത് ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു തരത്തിലുള്ള സ്ലിപ്പും അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തിനൊപ്പം മീഡിയയ്ക്ക് നീങ്ങാം. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കാർ സംഘടിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ നോക്കൂ, നമ്മൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശ്രീ സതീശൻ പുതിയ നയങ്ങളെക്കുറിച്ചല്ല, ശരിക്കും പറഞ്ഞാൽ UDF ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ നേരത്തെ പറഞ്ഞിരുന്ന പദ്ധതികൾ അത് മറന്നുപോയിട്ടില്ല. അതിനെക്കുറിച്ചെല്ലാം അവരുടെ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങളായിട്ടും ഗവർണറുടെ നയപ്രഖ്യാപനങ്ങളായിട്ടും ആ പദ്ധതികളൊക്കെ സർക്കാരിൻ്റെ സജീവ ശ്രദ്ധയിലൂടെ നടപ്പാക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതവർ പ്രോമിസ് ചെയ്ത്. പക്ഷേ അവർ LDF സർക്കാരിനെ ഓഡിറ്റ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെട്രോളിയത്തിൻ്റെ വില കൂട്ടുമ്പോൾ, കേന്ദ്ര സർക്കാർ വില കൂട്ടുമ്പോൾ എന്താണ് നയം. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് മറുപടിയായില്ല. ഇപ്പോൾ റഫ് എസ്റ്റിമേഷൻ എന്താ വെച്ചാൽ സംസ്ഥാന സർക്കാരിന് ഒരു 1100 കോടി രൂപ ഒരു വർഷം കിട്ടും, അധിക വരുമാനം കിട്ടുന്നത്. ഇപ്പോൾ 7.5 രൂപയോളം ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പം അദ്ദേഹം പറയുന്ന അവസാനത്തെ
കൂട്ടട്ടെ, അങ്ങനെ ഒരു അവസാനത്തെ കൂട്ടൽ എന്ന് പറഞ്ഞൊരു കൂട്ടലില്ല. ഒന്ന്. രണ്ടാമത്തെ ഇതൊരു ടാക്സ് റേറ്റാണ്. ഇത് ഇപ്പോൾ ഇന്ന് 4 രൂപ കൂട്ടിയാൽ, ഇന്ന് 1 രൂപ കൂട്ടിയാൽ, ഇത് 57 പൈസ കൂട്ടിയാൽ അതിൽ സംസ്ഥാനത്തിന് ഷെയർ എത്രയുണ്ട് എന്ന് കണക്കാക്കാൻ നിങ്ങൾ ചുമ്മാ ഒരു കാൽക്കുലേറ്ററിനോട് പറഞ്ഞാൽ മതി. അത് എല്ലാം കൂടി 1 മിനിറ്റിൻ്റെ ആവശ്യമേ വരുള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് എത്രയാണ് സംസ്ഥാന എക്സ്ചക്കറിന് എക്സ്ട്രാ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്, അത് വേണ്ടെന്ന് വെക്കാൻ വേണ്ടി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി 5 മിനിറ്റ് നേരത്തെ ആവശ്യമുള്ളൂ. പക്ഷേ അദ്ദേഹം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനൊരു കാര്യമല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഈ ഇരട്ടത്താപ്പ് പക്ഷെ പലപ്പോഴും നമ്മൾ തന്നെ ഇപ്പം മറന്നുപോയി. വേറെ ഡിസ്കഷനേ അല്ല. എന്തുകൊണ്ടത്? ഞാനത് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടും അതിനെക്കുറിച്ചുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സൃഷ്ടിയാണ്. സംസ്ഥാന സർക്കാരിന് വളരെ ചെറിയ വരുമാന സ്രോതസ്സുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങളായിട്ട് കുറയ്ക്കില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അത് ശരിയല്ല എന്നുള്ളതാണ് UDFിൻ്റെ സതീശൻ്റെ പ്രത്യേകിച്ചും നിലപാട്. അതാണ്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ഭരിച്ചിരുന്ന ചില സംസ്ഥാനങ്ങളിൽ ചെറിയ തോതിൽ ഇളവ് വരുത്തിയതിന് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തന്നെ ഇളവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ അദ്ദേഹം പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് പഠിച്ചത് കഴിഞ്ഞോ എന്ന് രണ്ടാമതൊരു ചോദ്യം വരുന്നില്ല, ഈ മുഖ്യമന്ത്രിയോട് വരുന്നില്ല. അതേസമയം LDFിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ അതിന് ഉത്തരം പറയാതെ അയാൾക്ക് എണീറ്റ് പോകാൻ പറ്റത്തുമില്ല. ഇത് ഇവിടെ ചോദ്യം പോലും വരുന്നില്ല. ഞാൻ വേറൊരു കാര്യം കണ്ടത്, ഇന്നലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇന്നലെ ഇപ്പോൾ അത് പറയുകയും നാട്ടുകാരൊക്കെ എഴുതുകയും ചെയ്തിട്ടുണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച്. അതിലൊന്ന് ഇപ്പം എനിക്കൊന്ന് 2-3 പേരെ മറ്റോ 3 പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടെന്ന് കേസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരാൾ, അദ്ദേഹം എനിക്കറിയാവുന്നത് കണ്ടില്ല, KSRTC ജീവനക്കാരൻ പറഞ്ഞതായിട്ട് മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹത്തെ വഷളായിട്ട് ചെയ്തിട്ടുള്ളത്. അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ ലെജിറ്റിമേറ്റ് ക്രിറ്റിസിസം വേറെ, തോന്നിയാസം കാണിക്കുന്നത് വേറെ. അതിന് ദേ ഹാവ് ടു ഫേസ് ആക്ഷൻ. പക്ഷേ ഇന്നലെ അദ്ദേഹം പറയുന്ന ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു അധ്യാപകൻ അത് ഞാൻ കണ്ടിരുന്നു. അത് മാധ്യമങ്ങൾ ഇന്നലെ അവരത് റീപ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഖജനാവ് പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് സതീശൻ നേരത്തെ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. എന്നിട്ട് അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ സതീശൻ നിരന്തരമായി പദ്ധതികളിൽ, വലിയ പണമുടക്കുള്ള പദ്ധതികൾ, അവരുടെ ഇതിൽ പറഞ്ഞ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നു. അപ്പം ആ കാർട്ടൂൺ വളരെ സിമ്പിളാണ്. സതീശൻ ഒരു പൂച്ചയെ പെറ്റ് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ചുറ്റും വലിയ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് നിറഞ്ഞ, പണം നിറഞ്ഞ ഒരു ഖജനാവിൽ അദ്ദേഹം പൂച്ചയെ പ്രസവിച്ച് കിടക്കുന്നതിനുള്ള ഒരു കളിയാക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുക, അപ്പോൾ ഇതാണോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഇങ്ങനെ ആളുകൾക്ക് നടപടി എടുത്തിട്ടുണ്ട്, അതാണ് നിങ്ങളുടെ നയമെന്ന് ചോദിക്കുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തെ വഷളായിട്ട് ചിത്രീകരിച്ച KSRTC ജീവനക്കാരൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം അതാണ്, ഈ ചോദ്യം ചോദിച്ച ആൾക്ക് നമ്മൾ പത്രസമ്മേളനത്തിന് പോകുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്? അതിൻ്റെ അകത്തൊരു വാർത്തയുണ്ടാവണം. ആ വാർത്ത നമുക്ക് നാട്ടുകാരോട് പറയണം. നമുക്ക് അവിടെ പോയി ചായയും വടയും തിന്നാൻ വേണ്ടിയിട്ട് അല്ല നമ്മൾ പത്രസമ്മേളനത്തിന് പോകുന്നത്. നമ്മൾ പത്രസമ്മേളനത്തിന് പോകുന്നത് പെർട്ടിനൻ്റ് ആയിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കുക, അതിൻ്റെ അകത്ത് ഭരണാധികാരിയുടെ ഒരു അഭിപ്രായം പറയുക, അത് നമ്മൾ നാട്ടുകാരോട് പറയുക. തീരുമാനിക്കേണ്ടത് അവരാണ്. ഇവിടെ ചോദ്യം അതാണ്. നിങ്ങൾ കഴിഞ്ഞ സർക്കാരിന് ഇങ്ങനെ മനുഷ്യരുടെ അഭിപ്രായം പറയുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാടുണ്ട്. നിങ്ങളുടെ നിലപാട് അതാണോ എന്ന് ചോദിച്ചു കഴിയുമ്പം കമ്പയറബിൾ അല്ലാത്ത 2 കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഈ ചോദ്യം കംപ്ലീറ്റ് മാറ്റി ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയണം. അതായത് ഏത് കാര്യത്തെക്കുറിച്ചാണോ ചോദ്യം ചോദിച്ചത് ആ കാര്യത്തെക്കുറിച്ചല്ല, ആ കാര്യം ഉദാഹരിച്ചായിരുന്നു പറഞ്ഞെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവും എന്നെ ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്, അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സർക്കാരിൻ്റെ നയം എന്താണെന്ന് മനസ്സിലാവില്ല. കാരണം ഇങ്ങനെ ഭീകരമായി നഗ്നമായിട്ട് നേക്കഡ് മെൻ്റെ ആണ് ചിത്രീകരിച്ചതെങ്കിൽ അതിന് നടപടിയെടുക്കാൻ നമുക്കതിൽ പരാതിയില്ല. അതേസമയം ഒരു ലെജിറ്റിമേറ്റ് ക്രിറ്റിസിസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുമോ, അതിനെക്കുറിച്ച് ഉത്തരവില്ല. അപ്പോൾ ഉത്തരവില്ലാഞ്ഞിട്ടും അങ്ങനെയല്ലല്ലോ സർ, ഇത് ഞാൻ ചോദിച്ചത് ഇങ്ങനെ ലെജിറ്റിമേറ്റായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നയം എന്താണ്? ആ നയത്തിന് ഉത്തരവില്ല. ആ ഉത്തരമില്ല എന്നുള്ളത് നമ്മുടെ മാധ്യമപ്രവർത്തകരെ അമ്പരപ്പിക്കുന്നില്ല. അവർക്കതിലൊരു വിഷമമില്ല. എനിക്ക് എഴുതാനുള്ള ഒരു കോപ്പി ഇല്ലാണ്ടായിപ്പോയല്ലോ എന്നുള്ളൊരു സങ്കടം അവർക്കില്ല. അവരുടെ ചോദ്യം അനാഥമായിട്ട് കിടക്കുകയാണ്. അവരെങ്ങനെയാണ് ആ ചോദ്യത്തിന് ഉത്തരം എഴുതുക? ഈ നയം സർക്കാർ തുടരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുടരുമില്ല എന്നോ ഒരു ഉത്തരമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത്
ഇതുപോലുള്ള ആളുകൾക്ക് ഇതുപോലെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. നമുക്കത് പറയാൻ പറ്റില്ല. അവിടെ അദ്ദേഹം പറയുന്നത്, അവിടെയും അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, അവിടെയാണ് അതിൻ്റെ പ്രശ്നം, എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, അപ്പം വളരെ വിമർശനവുമാണെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തെ വഷളായിട്ട് കാണിച്ചു, അതിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇത് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് ലെജിറ്റിമേറ്റ് ആയിട്ട് ഇദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന കാര്യമല്ലല്ലോ ഇപ്പോൾ കാണുന്നത് എന്നുള്ള വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് മാത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സർക്കാരിൻ്റെ നയം എന്താണെന്ന് നമുക്കറിയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും പിടിച്ചകത്തിടും, അല്ലെങ്കിൽ നിങ്ങൾ യു ഹാവ് ടു ഫേസ് ദ മ്യൂസിക് എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ വി ഡോണ്ട് നോ, നമുക്കതങ്ങനെ അസ്യൂം ചെയ്യാനും പറ്റത്തില്ല. അപ്പം ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ആൾ രക്ഷപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നിങ്ങൾ മുഖ്യമന്ത്രി എവിടം വരെ നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റും എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ പാസ്റ്റ് നിലപാടുകൾ വെച്ചിട്ട് നമുക്ക് ഒരു തിയറി ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അത് അങ്ങനെ മെസ്റ്റപ്പായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അത് പലപ്പോഴും നമ്മൾ കാണുന്നത് ഇടതുപക്ഷത്തിനെതിരെ അനുവാദരഹിതമായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു താൽക്കാലിക ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പെൺകുട്ടി വിവാഹിതയാകുന്നു എന്ന് പറഞ്ഞിട്ട് ആ വാർത്തയ്ക്ക് മലയാള മനോരമ അതിൻ്റെ ആ വാർത്തയിൽ എഴുതി വെച്ചിരിക്കുന്ന മര്യാദകേടുകൾ, ഈ കുട്ടിയുടെ ചരിത്രം മുഴുവൻ പറഞ്ഞ് അതിനെക്കുറിച്ച് അതിൻ്റെ കേസും അതിൻ്റെ ഡീറ്റെയിൽസും മുഴുവൻ പറഞ്ഞു. ഒറ്റ കുത്തിന് ഒരു കോളേജ് വിദ്യാർത്ഥിയെ കൊന്ന ഒരു ചങ്ങാതിയുണ്ട്, കേരളത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്. അയാളെ DCC പ്രസിഡൻ്റാക്കി, പ്രസിഡൻ്റല്ല എക്സിക്യൂട്ടീവ് DCC മെമ്പറാക്കി. നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നില്ല. ആ വാർത്തയിലൊന്നും ഇതുണ്ടായിരുന്നില്ല. സപ്പോസ് അയാൾ വിവാഹിതനാണോന്ന് എനിക്കറിയത്തില്ല, അയാൾ വിവാഹം കഴിക്കുന്നതെന്നിരിക്കട്ടെ, എന്തായിരിക്കും പരമാവധി ഒരു സാധാരണഗതിയിൽ മനുഷ്യരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഇന്നയാൾ വിവാഹിതനാകുന്നു, അതല്ലാതെ ഇയാളെയും മറ്റേ കൊലപാതക കേസിലെ 1-ാം പ്രതിയാണ് എന്ന അയാളുടെ വിവാഹ വാർത്തയിൽ സാധാരണഗതിയിൽ എഴുതില്ല. കൊലപാതകമാണെന്ന് ആലോചിച്ച് നോക്കണം, ഒറ്റ കുത്തിനൊരു കുട്ടിയെ കൊന്ന കേസിലെ 1-ാം പ്രതിയാണ്. ഇതാണ് ഈ നമ്മുടെ ഭീകരമായിട്ടുള്ള ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു മീഡിയ നരേറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നിരന്തരം സേതു ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് സംസാരിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ, കാരണം വി ഹാവ് ബീൻ സീയിങ് ഇറ്റ് ഫോർ ക്വൈറ്റ് സം ടൈം. പക്ഷേ നമ്മളിത് സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇത് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഒരു സൊസൈറ്റിക്ക് സെൻസിബിളായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അല്ല, അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് വരുന്ന ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എപ്പോഴും വേറൊരാളിനെ അല്ലെങ്കിൽ അതിന് കൗണ്ടറായി നിൽക്കുന്ന ഒരു പൊളിറ്റിക്സിനെ ആക്രമണങ്ങളായിട്ട് ഡെമണൈസ് ചെയ്തിട്ടാണ് അത് സ്വയം അതിൻ്റെ എക്സിസ്റ്റൻസ് സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന ആ ഒരു പ്രോസസ്സ് കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നില്ലേ എന്നുള്ളതാണ് ഇതിൽ ഇടദോഷവും ചെന്ന് അതിനാവശ്യമായിട്ടുള്ള ഒരു ബേസിക് വർക്ക് ചിലപ്പോൾ ചെയ്തു കൊടുക്കും. നമ്മൾ എല്ലാ രാഷ്ട്രീയക്കാരും മനുഷ്യരാണ്. അതിനകത്ത് മനുഷ്യർക്കുള്ള പ്രശ്നങ്ങൾ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. നിങ്ങളതിനെ എല്ലാവരെയും ഒരേ അളവുകോലുകൾ വെച്ചാണോ അളക്കുന്നത് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. അവിടെയാണ് നമ്മൾ വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള അളവുകോലുകൾ കാണുന്നത്. മീറ്റർ സ്കെയിലും കിലോമീറ്ററും കൊണ്ട് UDF അത്രയധികം വലിയ സ്കെയിൽ കൊണ്ട് നടക്കുമ്പോൾ LDF കണ്ടുകൊണ്ടിരിക്കുന്ന മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ്. ഇപ്പം കേരളത്തിലെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരിക്കലും മീഡിയയുടെ ഒരു സപ്പോർട്ടിലല്ല കേരളത്തിലെ ഇടതുപക്ഷം അതിൻ്റെ രാഷ്ട്രീയമായ അസ്തിത്വം രൂപപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ നല്ലൊരു കാലഘട്ടത്തിലും മീഡിയ അതിനെ ഹോസ്റ്റൈലായിരുന്നു, ഒരിക്കൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, വളരെ ഇതായിട്ടുള്ള ഒരു മീഡിയ എക്കോസിസ്റ്റത്തിലൂടെയാണ് ഇടതുപക്ഷം വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ മീഡിയ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നതിൽ സത്യത്തിൽ വലിയ കാര്യമില്ല. കാരണം മീഡിയ എപ്പോഴും, അല്ലെങ്കിൽ കേരളത്തിലെ മീഡിയ എപ്പോഴും ഇടതുപക്ഷത്തിനെ ആക്രമിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ആക്രമണങ്ങളെ വളരെ കൃത്യമായി അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ളൊരു കൗണ്ടർ നറേറ്റീവുകൾ രൂപീകരിക്കാനോ, അല്ലെങ്കിൽ അതിലൊരു മേൽക്കൈ നേടാനോ പലപ്പോഴും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മേൽക്കൈ നേടാനായിട്ട് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്പേസിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് പലപ്പോഴും ഈ മീഡിയ എക്കോസിസ്റ്റത്തിനകത്ത് കാണാൻ പറ്റുന്നത്.
അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? അത് അതാണ് ഞാൻ പറയുന്ന ഈ വലതുപക്ഷത്തിന്റെ ഡെമണൈസേഷൻ ആ നിലയിൽ പുതിയ കഴിവുകൾ നേടിയത്. അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ചെയ്തു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ളത്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരു അജണ്ട സെറ്റിംഗ് ഉണ്ട്. ഈ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്ന ഈ അതായത് ഇപ്പം നമുക്ക് നേരത്തെ കേരളത്തിലുണ്ടായിരുന്ന മലയാള മനോരമ, മാതൃഭൂമി, രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങൾ. അതിന് ശേഷം നമ്മൾ വന്നു കഴിയുമ്പം ടെലിവിഷൻ വന്നു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ്, അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്നുള്ളത് സൈദ്ധാന്തികമായിട്ടുള്ള ആക്രമണമാണ്, സർക്കാരിൻ്റെ ഒരു നടപടി. പണ്ട് കാലത്ത് ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരുന്നത് മറ്റേ ഈ ചുമട്ട് തൊഴിലാളികളുടെ അട്ടിമറി കൂലി, മിലിറ്റൻസി, പിന്നെ പലതരത്തിലുള്ള അവർക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്ത, അതേസമയം ഇടതുപക്ഷത്തിന് അതിനോട് തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇടതുപക്ഷത്തിൽ ശരി നിങ്ങളങ്ങനെ പറഞ്ഞു, പക്ഷെ ഞങ്ങളുടെ ശരി ഇതാണ്, വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് രാഷ്ട്രീയം, ഇങ്ങനെ അവർക്ക് ഉറപ്പുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ഈ എത്ര ക്യാമ്പയിൻ നടന്നാലും അത് പറയുമ്പോൾ പോലും മാധ്യമങ്ങൾ പോലും അതിൻ്റെ അകത്ത് ബേസിക്കായിട്ടുള്ള ഒരു നേരുന്നറിയുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഉള്ള കാര്യങ്ങളിൽ വൺ സൈഡായിട്ട് പറയും എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ വന്ന് കാണുന്നത് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് അവർക്ക് എന്തും പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഈ 40 വണ്ടികളുടെ കഥ ഇങ്ങനെ നിരന്തരമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ സൈക്കിയിൽ അത് കയറിക്കൂടി. അപ്പോൾ ഇതിനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും ഇടതുപക്ഷത്തിനില്ല. അപ്പോൾ ശരിക്കും അത് വൺ സൈഡഡ് ആണ് അവിടെ നടക്കുന്നത്. ഇത് മാത്രമല്ല, 100 കണക്കിന് ചാനലുകൾ, അതിന് ഉള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള, അപ്പോൾ അവർക്ക് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് പ്രത്യേകിച്ച് കണക്കിൻ്റെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല, വസ്തുതകൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവർക്ക് വായിൽ വരുന്നത് മുഴുവൻ വിളിച്ചു പറയാം എന്നുള്ള ഒരവസ്ഥയുണ്ട്. അതിനെ ഈ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ 40 വണ്ടികളുടെ കഥ പിണറായി വിജയൻ ഇതിലെ കൂടെ മുഖ്യമന്ത്രിയായിട്ട് ഈ കാലം മുഴുവൻ നടക്കുന്നുണ്ടായിരുന്നു. ഒരു 4 സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഏറ്റവും അവസാനം ഭരണം പോയി കഴിഞ്ഞപ്പോൾ മലയാള മനോരമ പറയുന്നു 6 തൊട്ട് 8 വരെ വണ്ടികളാണ് പിണറായി വിജയൻ്റെ കാവൽക്കീഴിലുണ്ടായിരുന്നത് എന്ന്. ഭരണം പോയി കഴിഞ്ഞിട്ട് മലയാള മനോരമ പോലും പറഞ്ഞു ഇതെന്തുകൊണ്ട് നേരത്തെ പറയാൻ വേണ്ടി പറ്റിയില്ല. ഈ പിണറായി വിജയനും കുടുംബവും യാത്ര ചെയ്തത് സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല, കുടുംബം യാത്ര ചെയ്തത് എന്ന് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം. ഇത് ഒരു വിധം, അതായത് ഇങ്ങനെ മെയിൻ സ്ട്രീം മീഡിയ ഒരു വശത്ത് ഈ ഡെമണൈസേഷൻ നടത്തുന്നു. അപ്പോൾ അവർക്ക് അവരുടേതായ ലോജിക്കുകളുണ്ട്. സോഷ്യൽ മീഡിയ അവരുടെ ഇല്ലോജിക്കുകൾ കൊണ്ട് അവരില്ലാത്ത കഥകൾ മുഴുവൻ ഉണ്ടാക്കുന്നു. ഇതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഇടതുപക്ഷത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് കുറേ ഇവർ തന്നെ ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് ഞങ്ങൾ ഗുരുവായൂരിലെ ചന്ദനമാണെന്ന് ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസം ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കാതിരുന്നതാണ് കാര്യം. ഇത് ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ പേരാവൂർ പോകുമ്പം അവിടെ മനുഷ്യരോട് സംസാരിക്കുമ്പം ശൈലജ ടീച്ചറെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ പിണറായി വിജയനെക്കുറിച്ച് വളരെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരുടെ പ്രശ്നം എന്നുള്ളത്, ഞാൻ അവിടെ കണ്ടത് ഈ വെള്ളാപ്പള്ളി നടേശൻ വഴി ഹിന്ദുത്വയിലേക്കൊരു പാലം ഇടുന്നു എന്നുള്ള കാര്യം അവിടുത്തെ സഖാക്കളായ മനുഷ്യർ അവർക്കുള്ള സംശയം. അപ്പോൾ അവർക്ക് സംശയമുണ്ടെങ്കിൽ പൊതുസമൂഹം, അപ്പോൾ ആ സംശയം മുഴുവൻ ഒരു ഡീൽ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പം കഴിഞ്ഞ ദിവസം ശ്രീ സതീശൻ പോയി പ്രധാനമന്ത്രിയെ കണ്ടു, ആഭ്യന്തരമന്ത്രിയെ കണ്ടു. തമിഴ്നാട്ടിൽ ഇപ്പോൾ എന്താ ചർച്ച എന്നറിയാമോ? തമിഴ്നാട്ടിലെ ചർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിജയ് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് അമിത്ഷാ കൊടുത്തില്ല. വിജയ് ആഭ്യന്തര വകുപ്പ് കൂടി ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഇവിടെ സതീശൻ ആഭ്യന്തര വകുപ്പില്ല, പക്ഷേ ഹി ഗോട്ട് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് അപ്പോൾ അമിത്ഷാ. കേരളത്തിൽ ഇത് പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഇതാ നോക്ക്, വിജയ്ക്ക് ആഭ്യന്തര വകുപ്പായിട്ട് കിട്ടിയില്ല, വാർത്തയാണ്. ഇവിടെ ഇതാ പിണറായി വിജയൻ അത് ഡീലാണ് എന്ന് പറഞ്ഞ് അപ്പോഴെ തന്നെ തുടങ്ങും. ഇതൊരു വഴിക്ക് നടക്കുമ്പം അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് എല്ലാ എക്സെപ്ഷൻസും പിണറായി വിജയന് ലഭിക്കുന്നു. അദ്ദേഹം പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തിന് എക്സംഷൻ കിട്ടുന്നു, അദ്ദേഹത്തിന് മാത്രം എക്സംഷൻ കിട്ടുന്നു. മൂന്നാം അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാനും വേണ്ടി എക്സംഷൻ കിട്ടുന്നു. അതായത് CPM-ന്റെ പ്രായവും മറ്റു കാര്യങ്ങളും ഒരു തരത്തിലുള്ള നയങ്ങളും പിണറായി വിജയന് ബാധകമല്ല എന്ന് വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പിണറായി വിജയനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം.
ഇപ്പോൾ എന്നോട് പറഞ്ഞ ഒരാളുണ്ട്, ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവും അതിനുശേഷം 1 വർഷം കഴിയുമ്പം മുഹമ്മദ് റിയാസിനെ ഏൽപ്പിക്കും ഈ പണി. നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല. സാധാരണഗതിയിൽ CPM-ൻ്റെ സാധാരണഗതിയിൽ നമുക്കറിയാവുന്ന CPM എന്ന് പറഞ്ഞ പാർട്ടി 64 ഇത്രയും വർഷമായിട്ടൊരു പാർട്ടിയിൽ അത് നടക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ റെസ്പോൺസ്. ഇത് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്ന 25 എക്സാമ്പിൾസ് എടുത്തു വെച്ച് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരും. ഇത് CPM തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം ഈ വലിയ ഈ കഴുകന്മാരെ പോലെ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്ന വലതുപക്ഷ മാധ്യമ പടയ്ക്ക് ആവശ്യത്തിനുള്ള ഇരകൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അത് CPM-ന് വേണ്ടി തന്നെ സെറ്റ് ചെയ്ത അവരുടെ അളവുകോല് കൊണ്ട് അളക്കുമ്പോൾ ദേ ഫെൽ ഷോർട്ട്. CPM തന്നെ ഇപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വർത്തമാനം ലോക്കൽ കമ്മിറ്റികളിൽ വരെ എത്തി അവരുടെ പാർട്ടിയെ തിരിച്ചു പിടിക്കണം എന്നുള്ള ഉറപ്പോടുകൂടിയാണ് ആളുകൾ സംസാരിച്ചപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാനിതിനകത്ത് കാണുന്നതെന്നറിയാം സർ, ഇതിൻ്റെ അകത്ത് CPM-ൻ്റെ സംഭവിച്ച ഒരു ഹ്യൂജ് ഡിപ്പാർച്ചർ, ഈ ലെനിനിസ്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനത്തിൽ അത് ഓൾമോസ്റ്റ് ക്രംബിൾ ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണ് വീടെന്ന് അറിയത്തില്ല. ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സെറ്റപ്പിന് അതിൻ്റേതായ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൻ്റേതായ ലോജിക്കുണ്ട്. ഈ സെൻട്രലൈസ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ലോജിക്ക് ഇല്ലാണ്ടായി. ഓരോ ഘടകത്തിലും ഓരോ പാർട്ടിക്കാരനും അയാളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരു ശരിയായ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം. അവിടെ ആൾക്കാർ പറയാതിരിക്കുന്നു എന്ന് വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇത് റെഡ്യൂസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഉപരിഘടകം ആ ഉപരിഘടകത്തിൽ ഒരാൾ എന്ന് പറഞ്ഞ് അതിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് റിട്രീവ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ കോംപ്രമൈസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ പുറത്ത് ചാടി വീഴാൻ അവർക്ക് ലെജിറ്റിമേറ്റായിട്ട് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ റൈറ്റ് വിങ്ങിനുള്ള സാധ്യതകൾ ഇടതുപക്ഷത്ത് തന്നെ കിട്ടും. നമ്മൾ ആരെയും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് ഇടതുപക്ഷം രക്ഷപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ അവർ ചെയ്യണം. ഒന്ന്, അവരുടെ തന്നെ അളവുകോലുകളിൽ നിന്ന് അവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളോട് നീതി പുലർത്താൻ അവർ തയ്യാറാകണം. ആ നീതി പുലർത്തുക എന്നുള്ളത് കണിശമായ നീതിയായിരിക്കണം. അതല്ലാതെ അതിൽ there are no half virgins എന്ന് പറയുന്ന പോലെ തെറ്റ്. ചിലപ്പോൾ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രയോഗമായിരിക്കും. പക്ഷേ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ അത് ഞങ്ങൾ കുറേ ചെയ്തു എന്നുള്ളത് കേരളത്തിലെ പൊതുബോധമെങ്കിലും സമ്മതിക്കില്ല. നിങ്ങൾ ഏത് നോംസ് അനുസരിച്ച് നിങ്ങളുടെ പാർട്ടിയാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറിയേ പറ്റൂ. നിങ്ങളുടേത് കേന്ദ്രീകൃത ജനാധിപത്യ ബോധമാണെങ്കിൽ നിങ്ങളത് പറയണം, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങളുടെ നടപടികളിൽ അത് വേണം. അതൊന്ന്. രണ്ടാമത്തേത്, നമ്മൾ ഏത് സമയത്തു കൂടിയാണ് കടന്നു പോകുന്നത്, എത്രമാത്രം സേതു നേരത്തെ പറഞ്ഞ പോലെ എത്രമാത്രം മീഡിയയുടെ മുമ്പിലാണ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവും ഇരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യം വേണം. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അതേപോലെ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള മാധ്യമ എക്കോസിസ്റ്റം ഈ പാർട്ടി ഉണ്ടാക്കിയെടുക്കണം. ഈ 2 കാര്യങ്ങളും ചെയ്യാതെ ഈ ഹണ്ടിങ്ങിൽ നിന്നും ഈ ചേസിങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരുടെ മുഴുവൻ മുറയിലും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു CPM-കാരനെ CPI-കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആ പാർട്ടിയുടെ ഐഡിയോളജിയുടെ കരുത്തിലാണ്. അതാണ് അയാളുടെ വിശ്വാസം. ഏത് പാർട്ടിക്കും അതെ, അത് RSSനും അതെ. കോൺഗ്രസ്സുകാരുടെ എത്രത്തോളം ഐഡിയോളജി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവർക്ക് ആ പാർട്ടി സ്പിരിറ്റ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി സ്പിരിറ്റിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന അളവുകോലുകൾ അവർ മീറ്റ് ചെയ്തേ പറ്റൂ. 1. 2, ഈ മാറിയ മീഡിയ എക്കോസിസ്റ്റത്തിൽ സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതവർ ചെയ്തേ പറ്റൂ. ഓരോ നിമിഷവും എന്നോണം വാർത്തകൾ വരുന്നു, ആ വാർത്തയ്ക്ക് ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്നു. അതിൻ്റെ ഏറ്റവും വഷളായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള എക്കോസിസ്റ്റം നമ്മുടെ നാട്ടിലെ വലത് രാഷ്ട്രീയത്തിലുണ്ട്. കേരളത്തിലെ ഒരു MLA-ക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഒരാൾക്ക് പരസ്പര സമ്മതമുണ്ടെങ്കിൽ എത്ര സ്ത്രീകളുമായിട്ട് വേണമെങ്കിലും ലൈംഗിക ബന്ധമാകാം എന്നൊരു പൊതുബോധം എത്ര പെട്ടെന്നാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര കാലത്തെ ഇവിടുത്തെ സ്ത്രീകൾ പോരാടിയതിൻ്റെ ശേഷമാണ് അവരുടെ ഡിഗ്നിറ്റി എന്നുള്ളതിനെക്കുറിച്ച് സമൂഹം അംഗീകരിച്ച് തുടങ്ങിയത്. എത്ര പെട്ടെന്നാണ് അതില്ലാണ്ടായത്, നിന്ന നിപ്പിൽ അതില്ലാണ്ടായില്ലേ. എത്ര ഭീകരമായിട്ടുള്ള പൊതുബോധമാണ് കേരളത്തിലെ റൈറ്റ് വിങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. ഇത്രയും ഉയർന്ന സ്ഥാനത്തിൽ എത്ര സ്ത്രീകളായിട്ട് വേണമെങ്കിലും ലൈംഗിക ബന്ധമാകാം. ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് പരസ്പര ഇൻഡിവിജ്വൽ ചോയ്സ് എന്നുള്ള നിലയിലേക്ക് മാറി. ധാർമ്മികത എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യവും അതിൻ്റെ അകത്ത് ഇമ്മഷറബിളാണ്. അത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് വിഷയമേ അല്ല
എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിനെ ഈ മാറുന്ന വലിയ നിങ്ങൾ നോക്കുക, അപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ ഒരു വില്ലേജ് സെക്രട്ടറിയുടെ അടുത്ത് നിന്നാണ് ഇത്രയും ഒരു പെരുമാറ്റം ഉണ്ടായെങ്കിൽ എം എ ബേബി മറുപടി പറയേണ്ട ഒരു കാര്യത്തിലാണ് വളരെ എളുപ്പം കോൺഗ്രസ്സുകാരൻ തടിയൂരുന്നത്. ഈ എക്കോസിസ്റ്റം ഒരു റിയാലിറ്റിയാണ്. ഇത് നിങ്ങൾ ഇമാജിൻഡ് അല്ല, ദിസ് ഈസ് എ റിയാലിറ്റി. ഇതിനെ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം, ഇതാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സി പി എമ്മിൻ്റെ മാത്രം പണിയല്ല കേട്ടോ. അത് സി പി എം എന്നൊരു നമ്മുടെ നാട്ടിലെ ഒരു ഫങ്ഷണൽ പാർട്ടി, ലെഫ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് സി പി എമ്മിൻ്റെ ഇവിടെ ഒരു ബേസിക് ഡെമോക്രാറ്റിക് നോം ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും പണിയാണ് ഇമാതിരിയുള്ള ഈ സിസ്റ്റത്തെ തകർക്കുക എന്നുള്ളത്. ഇത് എന്ത് വഷള വർത്തമാനവും വിൽക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഈ മീഡിയ എക്കോസിസ്റ്റത്തെ ചെറുത്ത് നിൽക്കുക. അതല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോജിക്കില്ലാത്തൊരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറും. ലോജിക്കില്ലാത്ത ഒരു സൊസൈറ്റിയും അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ വന്നിട്ട് ഏറ്റവും വഷളായിട്ടുള്ള മനുഷ്യർ അവരുടെ കാര്യങ്ങൾ നടത്തിയെടുത്തുകൊണ്ട് പോകും. ശ്രീമതി സുധാ മേനോൻ്റെ ഒരു പുസ്തകമുണ്ട്, ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന് പറഞ്ഞിട്ട്. ലോകത്തിലെ ഏറ്റവും സ്റ്റേബിളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല സമൂഹങ്ങളും നിന്ന നിപ്പിൽ ഇല്ലാതാകുന്നത്. അവിടെ പലപ്പോഴും സാധാരണഗതിയിൽ മനുഷ്യർ അംഗീകരിക്കില്ലാത്ത തരത്തിലുള്ള തീവ്രവാദ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വരികയും അതിന് ആക്സെപ്റ്റൻസ് കിട്ടുകയും അത് പക്ഷേ അത് പൊട്ടി തകരുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അത് നമ്മൾ വളരെ സ്റ്റേബിളാണെന്ന് കാണുന്ന സമൂഹങ്ങളിലാണ് ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ താലിബാൻ വരുമ്പോൾ, അഫ്ഗാനിസ്ഥാനിൽ വരുമ്പോഴാണ്, ശ്രീലങ്കയിലും പലയിടത്തും അവർ പറയുന്നുണ്ട്, കശ്മീരിൽ പോലും. അപ്പോൾ അവരെ പുസ്തകത്തിൽ കശ്മീരില്ല. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രം കൊണ്ടു നടന്നില്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ നാട് അത് പട്ടുപോകും. അതിന് ഇല്ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർ, അവർക്ക് ആ ഇല്ലോജിക്കിന് സൊസൈറ്റിയിലേക്ക് കുത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ വേർവിത്തോളും, എല്ലാ ആയുധങ്ങളുമുള്ള ഒരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ റെസിസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഇപ്പം നമ്മൾ ജീവിക്കുന്ന കേരളം അധികം കാലം സർവൈവ് ചെയ്യില്ല. അതായത് പാർട്ടികളോ അല്ലെങ്കിൽ ഇപ്പം ഇടതുപക്ഷമോ സി പി എമ്മോ കോൺഗ്രസ്സോ ഈവൻ ബി ജെ പി എന്നുള്ളതിൻ്റെ നിലയിലേക്ക് മാറിയിട്ട് ഒരു ഇല്ലോജിക്കലായിട്ടുള്ള ഒരു ഉള്ളടക്കം ഇങ്ങനെ നിരന്തരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നായിട്ട് നമ്മുടെ ഒരു മാധ്യമങ്ങളിലെ ഭൂരിഭാഗവും മാറുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിനെ ശരിക്ക് ചെറുക്കാനും അല്ലെങ്കിൽ ഈ സാഹചര്യം ഇതാണെന്ന് പറയാനും ഒരുപക്ഷെ ഹിസ്റ്റോറിക്കലി ഏറ്റവും കോമ്പീറ്റൻ്റായ ഒരു ഫോഴ്സ് ആവേണ്ടിയിരുന്നതാണ് ഇടതുപക്ഷം. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇടതുപക്ഷം പരാജയപ്പെടുന്ന ഏറ്റവും വലിയ മൊമെൻറ്റും ഇവിടെയാണ്. കാരണം പലപ്പോഴും അവരുടെ വിക്ടിംഹുഡിനെ കുറിച്ചിട്ട് പറയുന്നതല്ലാണ്ട് ഇവർക്ക് ഈ ഒരു പൊതു സംഭവത്തെ എങ്ങനെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും അത് എങ്ങനെയാണ് അതിനെ അതിജീവിക്കാനുള്ള ടൂൾസ് എന്താണെന്നുള്ളതും അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അത് ദാറ്റ് ഹാപ്പൻസ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇടതുപക്ഷത്തിൽ രാഷ്ട്രീയം എവിടെ. നിങ്ങൾ ഒരു മനുഷ്യനെ എക്സൈറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് കൊണ്ടാണ്, അധികാരം കൊണ്ടല്ല. പൊളിറ്റിക്സിൻ്റെ ബൈ പ്രോഡക്റ്റാണ് അധികാരത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് അല്ല. നിങ്ങളുടെ പോളിസിയാണ് മനുഷ്യരെ എക്സൈറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ EK നായനാരുടെ ഒരു ഇൻ്റർവ്യൂ, ജോൺ ബ്രിട്ടാസിൻ്റെ ഒന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പണ്ടേ പറഞ്ഞു, ഞാനിപ്പോഴാണെങ്കിലും പറഞ്ഞല്ലോ എന്ന്. തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ വളരെയധികം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തല്ലോ, പക്ഷേ നിങ്ങളെങ്ങനെയാണ്? അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ മാത്രം പോരാ, ഐഡിയോളജിക്കലായിട്ടുള്ള സാധനങ്ങൾ കൂടി വേണം എന്ന് പറയുന്നുണ്ട്. ഇതിൽ CPM കേരളത്തിലെ ഇടതുപക്ഷവും വലിയ തോതിൽ കോംപ്രമൈസ് ചെയ്തു. ഞങ്ങൾ അതിഗംഭീരമായി വികസന പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെൻറ്റ്. അത് പറയുമ്പം അതിൻ്റെ പുറകിലുണ്ടായ ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാനപരമായ പൊളിറ്റിക്സ്, എൻ്റെ ഫൗണ്ടേഷണൽ എന്ന് പറയാവുന്ന സെക്യുലർ പൊളിറ്റിക് പ്ലാറ്റ്ഫോം അവർ വെക്കേറ്റ് ചെയ്തു. ആ സ്ഥലം അവർ വെക്കേറ്റ് ചെയ്തു. അവർക്ക് പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറ്റി. ഇതിൻ്റെ അകത്ത് പല നേതാക്കന്മാർക്കും നമ്മൾ പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറഞ്ഞ് CPM ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ അളവുകോലുകൾ അവർ തന്നെ വെച്ച് അവർക്ക് വേണ്ടി അളവുകോലുകൾ അതിൻ്റെ അകത്ത് അവർ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഈ അവരുടെ ദൗർബല്യങ്ങൾ വളരെ ഓബ്വിയസായി ആ ദൗർബല്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടല്ലാതെ ഇത് തിരിച്ചു പിടിക്കൽ നടക്കില്ല. അതവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഏതൊക്കെ കാര്യങ്ങളിൽ അവർ കോംപ്രമൈസ് ചെയ്തോ അതൊക്കെ തിരിച്ചു കിട്ടുക എന്നുള്ളതല്ലാതെ, അതല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ സംവിധാനം ഈ നിന്ന നിപ്പിൽ ഇതങ്ങോട്ടില്ലാണ്ടാവും. അതിൽ ഒരു ബഹളവും ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. ഇതങ്ങോട്ടില്ലാണ്ടാവും. മനുഷ്യർ നിന്നാൽ മതി. CPM ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ CMRLൻ്റെ കേസിൽ
മാത്യു കുഴൽനാടൻ സഹായിച്ച് പിണറായി വിജയൻ അതിൻ്റെ അകത്തൊരു റോളില്ല എന്ന് കോടതികളിൽ നിന്ന് കുഴൽനാടൻ പല വിധികൾ വാങ്ങി CPM കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമെന്ന് കേട്ട് കഴിഞ്ഞപ്പം ഒരു സാധാരണ CPMകാരൻ്റെ തലയ്ക്കകത്ത് തീ വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിണറായി വിജയൻ ഇതിനകത്ത് റോളില്ലാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് പ്രതിപക്ഷത്തെ ED ഹാൻഡിൽ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് അയാൾക്ക് നല്ലപോലെ അറിയാം. കേജ്രിവാൾ 6 മാസമായിട്ടാണ് ജയിലിൽ കിടന്നത്. ഹേമന്ത് സൊറൻ കിടന്നു. മനീഷ് സിസോദിയ 2 വർഷം മറ്റും ജയിലിൽ കിടന്നു. ഇത്തരമൊരു പണിക്കാണോ ഇവിടെ കേരളത്തിൽ ഇവർ ഇറക്കാൻ വേണ്ടി പോകുന്നത് എന്ന് സാധാരണ CPMകാരന് സംശയം. അവർ വഴിയിലിറങ്ങി. അപ്പം പാർട്ടി എന്ന നിലയിൽ അതിപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ പുറത്താണ് ഇവരിത് ഇനി ബിൽഡ് ചെയ്യേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ പിണറായി വിജയനോ പിണറായി വിജയൻ്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറേ അധികം കേസ് അത് പാർട്ടിയായിട്ട് ബന്ധമുള്ളൊരു വിഷയമല്ല. പിണറായി വിജയന് ഈ കാര്യത്തിൽ ബന്ധമില്ല എന്ന് ശ്രീ കുഴൽനാടൻ സ്ഥാപിച്ചെടുത്ത സ്ഥിതിക്ക് അതിൻ്റെ പുറത്തു നിന്നെങ്കിലും നമ്മുടെ നാട്ടിലെ CPMകാരനും ഇടതുപക്ഷക്കാരനും അവിടെ ഉണ്ട് എന്നും അത് എന്തുകൊണ്ടാണ് അയാൾ ചാടിയത്? പിണറായി വിജയൻ അതിൻ്റെ അകത്ത് റോളില്ല എന്ന് അയാൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ചാടിയത്. ഉറപ്പുണ്ടെങ്കിൽ അയാൾ ചാടില്ല. വീണ തൈക്കണ്ടിക്ക് വേണ്ടിയിട്ടും അയാൾ വഴിയിൽ കൊണ്ടിയെടുത്ത് ഇറങ്ങൂല. അയാൾക്ക് ഉറപ്പുള്ളത് ഈ പിണറായി വിജയനെ പിടിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ RSS BJPയെ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമാക്കി അവതരിപ്പിക്കാനുള്ള മാധ്യമങ്ങളുടെയും RSSൻ്റെയും ശ്രമങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോയതെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. അതല്ലാതെ അവരൊപ്പം പിണറായി വിജയൻ്റെ തന്നെ ഒരു വാക്കെടുത്തിട്ട് ഇപ്പം വലിയ തോതിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തെ ചോദ്യം ചെയ്തില്ല, പിന്നെ എന്തിനാണ് CPM ചാടിയതെന്നുള്ളത്. അദ്ദേഹം ചോദ്യം ചെയ്തില്ല എന്ന് 3-ാമത്തെ ദിവസം അദ്ദേഹം എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം ED പത്രക്കുറിപ്പ് എഴുതുമ്പോഴോ അല്ല CPMകാരന് പുറത്തിയാടുക. അവനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്നുള്ളത് അവൻ്റെ കേരളത്തിലെ പാർട്ടിയുടെ ഒരു മുഖമാണ്. പിണറായി വിജയനെ തല്ലിയാൽ പാർട്ടി വീഴുമെന്നൊരു ബോധ്യം അവർക്കുണ്ട്. ഏത് പിണറായി വിജയനെ ഈ കേസിൽ യാതൊരു പങ്കുമില്ല എന്ന് അവർക്ക് ഉറപ്പുള്ള പിണറായി വിജയനെ കേജ്രിവാളിനെയും സിസോദിയെയും പിടിച്ചതുപോലെ പിടിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ വഴിയിലിറങ്ങും എന്നുള്ളൊരു മെസ്സേജ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് പിണറായി വിജയനിൽ അവർക്കിപ്പോൾ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഈ പാർട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പാർട്ടി മാത്രമല്ല, അവർക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗത്തു നിന്നും ഇപ്പോൾ കേജ്രിവാളിൽ നിന്നും സ്റ്റാലിനിൽ നിന്നും തേജസ്വി യാദവിൽ നിന്നും എല്ലാം തന്നെ വലിയ പിന്തുണ കിട്ടി, രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ കിട്ടി. കാരണം അത് അവർക്കറിയാം എങ്ങനെയാണ് ED ഉപയോഗിക്കുന്നത്. EDയെ കേന്ദ്ര സർക്കാരും RSSും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യം ഈ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ട്. എന്തിന് കേരളത്തിൽ K മുരളീധരൻ പോലും ഉണ്ട്. അവരിന്ന് അവിടെ വന്ന് ബേക്കറി ജംഗ്ഷനിൽ വന്ന് നാളെ അവർ സെക്രട്ടേറിയറ്റിൽ വരും എന്ന് മുരളീധരൻ പറഞ്ഞത് അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാവുന്നത് കൊണ്ടാണ്. അത് വെറുതെ വായ്ത്താളടിച്ചതല്ല, അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിലെങ്കിലും. അപ്പം ഇത് ഞാൻ പറയുന്നത് ഇടതുപക്ഷ നൈതികത ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കിനി കുറച്ച് സമയം കൂടിയുണ്ട്. ആ സമയത്തിനുള്ളിൽ അവരതിനുള്ള പണി തുടങ്ങിയില്ല എങ്കിൽ ഈ പറയുന്ന ഇല്ലോജിക്കുകൾ കൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിൻ്റെയും വസ്തുതകൾ നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കേണ്ടതില്ല എന്നുള്ളത് സീല് ചെയ്യപ്പെടുന്ന ഒരു നാടായിട്ട് മാറും. വയനാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട്ടിലെ പൈസയുടെ കാര്യത്തിൽ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത കൂട്ടരെ മനുഷ്യർ തിരഞ്ഞെടുക്കുകയാണ്. മനുഷ്യർ പോയി വോട്ട് ചെയ്യുകയാണ്. ഞാൻ അവരെ കുറ്റം പറയല്ലേ ചെയ്യുന്നത്. അവരവരുടെ ചോയ്സാണ്. അവർക്ക് അത് 2 കൂട്ടർ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അവർക്ക് തിരഞ്ഞെടുക്കാം. അവരെന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു? അവിടെയാണ് ചോദിക്കേണ്ടത്. അവരെന്തുകൊണ്ട് ആ മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നു? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കഥ അവർക്ക് മനസ്സിലാകുന്നില്ല. ദെയർ ഈസ് എ ഡിസ്കണക്റ്റ്. നിങ്ങൾ പറയുന്ന കഥയും അവർക്ക് കേൾക്കാൻ ആവശ്യമുള്ള കഥയും തമ്മിലൊരു ഡിസ്കണക്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല എങ്കിൽ ഇപ്പം നമ്മൾ കാണുന്ന സാധാരണഗതിയിലൊരു റൈറ്റ് വിങ് അല്ല ഇപ്പം. നമ്മൾ റൈറ്റ് വിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ ലിബറൽ ഡെമോക്രസി. ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ലിബറൽ ഡെമോക്രസിയാണ്. ആ ലിബറൽ ഡെമോക്രസിക്ക് ഒരു ലോജിക്കുണ്ട്. ആ ലോജിക്ക് പോലും ഇല്ലാത്ത ആളുകളാണ്. ആ ലോജിക്ക് ഉണ്ടെങ്കിൽ മാധ്യമങ്ങളെങ്കിലും ശ്രീ സതീശനോട് ചോദിക്കും, നിങ്ങളിത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പുറത്ത്, പ്രത്യേകിച്ച് ഡീസലിൻ്റെ എങ്കിലും പുറത്തുള്ള ഈ അഡീഷണൽ ടാക്സ് നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? നിങ്ങളുടെ മുമ്പിലിരുന്ന നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ തന്നെ മുമ്പിലത്തെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ അനന്തമായിട്ട് പഠിക്കുന്നത് ശരിയല്ല എന്ന് ഒരു ചോദ്യം കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ പറയണം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ലിബറൽ ഡെമോക്രാറ്റിക് മൂല്യങ്ങളുള്ള പാർട്ടിയാണ് കോൺഗ്രസിലെങ്കിലും വരണം. കേരളത്തിൻ്റെ സാമൂഹിക ഫാബ്രിക്കിനെ വളരെയധികം ഉലയ്ക്കാൻ പോണ മറ്റൊരു സംഭവമാണ് ഈ മുനമ്പം. അതിനകത്തും ഇവർ ഇതുപോലെ തന്നെ ഒരു
എന്താണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പ്രതിപക്ഷത്തിരുന്നപ്പം 10 നിമിഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറയുന്ന, പരിഹരിക്കുമെന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം വേറൊരു നിലയിലേക്ക് എത്തിയിരിക്കുക. അതിൽ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഇടതുപക്ഷത്തിൻ്റെ കൺട്രോളിലുള്ള ഒരു വഖഫ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തു, ആ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ ഭൂമിയുടെ നിയമപരമായ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നില്ല. ഒരു വ്യത്യാസം വരുന്നില്ല. ഒരു സിവിൽ തർക്കത്തിൽ ഒരു പാർട്ടി ചെയ്യുന്ന ഏതെങ്കിലും കാര്യം കൊണ്ട് അതിൻ്റെ ക്യാരക്ടർ മാറുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. ഇല്ല. അദ്ദേഹം പറഞ്ഞാൽ മതി 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പരിഹാരം കാണും എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ആ 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം കാണുമെന്ന് പറഞ്ഞ പരിഹാരം ഏതാണ്? ആ പരിഹാരത്തെക്കുറിച്ച് ചോദിക്കുമ്പം അയ്യോ ഇത് മാറി എന്ന് അദ്ദേഹം പറയുകയാണ്. അത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മാറി? ഈ പരിഹാരം ഏത് നിലയിലാണ് ഇതിനെ വ്യത്യാസമുള്ളത്? ഞാൻ 10 മിനിറ്റ് കൊണ്ട് വെച്ചിരുന്ന പരിഹാരം ഇതായിരുന്നു, ഇപ്പോൾ അത് എന്തുകൊണ്ട് മാറി? ഇത് പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ആൻസറബിൾ അല്ലാത്ത വിധത്തിൽ ഒരു സൊസൈറ്റി, അതിൻ്റെ ഭരണകൂടം പോകുക എന്ന് പറഞ്ഞാൽ അതിന് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് ഇംപ്ലോഡ് ചെയ്യും, അത് അകത്ത് തന്നെ പൊട്ടിപ്പോകുന്ന ഒരു സൊസൈറ്റി. നമ്മൾ 10-200 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സൊസൈറ്റിയാണിത്. എല്ലാ മനുഷ്യനും അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലാണ് നമ്മൾ. അപ്പോൾ അത് വേണ്ട. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. നിങ്ങൾ പരാതിപ്പെട്ടാൽ അതായത് നമ്മുടെയൊക്കെ 4-5 തലമുറകൾക്ക് മുമ്പ് നമ്മളുണ്ടാക്കിയ വേലി ചാടുന്ന പശുവിൻ്റെ കുട്ടി കോലി കറി മരിക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ അമ്മാതിരി വർത്തമാനങ്ങൾ ഈ പരാതി പറയുന്ന സ്ത്രീകളുടെ പുറത്ത് ഉണ്ടാകുന്നു. പരാതിക്കാരി തെറ്റുകാരിയും ആണെന്ന് പറയുന്ന ഒരു സതീശൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോകുന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ കുടുംബ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നേരെ ആഭാസകരമായ വർത്തമാനം കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ നടത്തുന്നു. ആഭാസകരമായ ഡോഗ് വിസിലാണ് ആ പെൺകുട്ടിയെ മഹാവഷളായിട്ട് രീതിയിൽ ഒരു ചോദ്യം വരുന്നേ ഇല്ല. ഒരു ചോദ്യമേ വരാത്ത വിധത്തിൽ നമ്മളുടെ എക്കോസിസ്റ്റം മാറിയിരിക്കുന്നു. ഇത് അൺസസ്റ്റൈനബിളാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഇത് വലതുപക്ഷത്തിൻ്റെ പോലും ഈ വലതുപക്ഷ രാഷ്ട്രീയം ഒരു തരത്തിലും ഉള്ള എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഭീഷണിയുടെ ഈ പ്രതീകങ്ങളാണ് ഇതെല്ലാം, ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ. കാരണം ആ പെൺകുട്ടിയുടെ നേർക്ക് വന്ന ആക്ഷേപങ്ങൾ, അതിനെക്കുറിച്ചിട്ട് ഒരാൾക്കും ഒരു പരാതിയില്ല, ഒരാളും ഒരു സ്ഥലത്തും. വേറെ കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് വലതുപക്ഷമാണെന്ന് പറയും, പക്ഷേ സതീശൻ പറയുന്നത് അവരാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നുള്ളതാണ്. കവി കൽപ്പറ്റ നാരായണൻ പറയുന്നത് സതീശനിൽ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ അംശങ്ങൾ പോലും ഉണ്ടെന്ന്. അത്രയധികം ഇടതുപക്ഷത്താണ് നിൽക്കുന്നതാണ് സതീശൻ. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. ഇപ്പം 8 MLA മറ്റുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുള്ള ഇപ്പം 3 സ്വതന്ത്രന്മാർ, CPM-ൽ നിന്ന് 3 സ്വതന്ത്രന്മാർ, RSPയുടെ 3 പേര്, ശ്രീമതി രമ. അപ്പോൾ 7 പേര്, വേറെ ആരോ 1-2 പേരോട് ഉള്ളതെന്ന് എനിക്ക് സംശയമുണ്ട്. 7 അംഗങ്ങൾ കേരളത്തിൽ യഥാർത്ഥ ഇടതുപക്ഷക്കാരുണ്ട്. LDF-ൻ്റെ UDF-ൻ്റെ കൂടെ അവരാണ് ഞങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷം. CP ജോൺ അങ്ങനെ 8 MLA-മാർ. CP ജോൺ ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ യഥാർത്ഥ ഇടതുപക്ഷത്ത് നിന്നിട്ടാണ് ഈ വർത്തമാനം. ഈ ഇല്ലോജിക്ക് മുഴുവൻ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ അധികാരത്തിലിരിക്കുമ്പോഴാണ്. അപ്പം നമ്മളിരിക്കുന്ന ഒരു അപകടകരമായ ഒരു അവസ്ഥയുടെ പുറത്താണ് ഏകദേശം. ഇത് ഡിസ്മാൻഡിൽ ചെയ്തേ പറ്റൂ. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇത് കുറച്ച് കാലം കൊണ്ട്, എനിക്കൊന്ന് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയനെ കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്ന് അതാണ്. എന്ത് അസംബന്ധം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സ്ത്രീകൾക്ക് നേരെ എന്ത് തരത്തിലുള്ള ലൈംഗിക ആഭാസത്തരവും നിങ്ങൾക്ക് എഴുതിവിടാം, ഒരു പ്രശ്നവും ഇല്ലാതെ എഴുതിവിടാം. നിങ്ങൾക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ഹെയ്റ്റ് ക്യാമ്പയിൻ വേണമെങ്കിലും കേരളത്തിൽ നടത്താം. പോലീസ് ആക്ഷൻ ഉണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ വില കൂടിയാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനെ തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു ശ്രമം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ തുടങ്ങിയെടുത്ത് തിരിച്ചില്ലാണെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള മീഡിയ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്. അത് CPM ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു വിഷയം. അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളത് CPM-ൻ്റെ വിഷയം. എൻ്റെ വിഷയം അതല്ല. സൊസൈറ്റി എന്നുള്ള നിലയിലാണ് നമ്മൾ കാണേണ്ടത്. ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് പെർട്ടിനൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതിരിക്കുകയും അതിന് ഏതെങ്കിലും തരത്തിൽ ഉത്തരം പറഞ്ഞിട്ട് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ, നിങ്ങൾക്ക് ഫൗണ്ടേഷണലി ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾക്ക് പുറത്ത് നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ മനുഷ്യരോട് പറയാൻ പറ്റുന്ന അവസ്ഥ,
അപ്പോൾ ഇതിപ്പോൾ ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ UDF വിമർശനമായി പോകും എങ്കിൽ കൂടി പറയാം. ഇപ്പോൾ കേരളത്തിൽ ചെറുപ്പക്കാരോട് VD സതീശൻ പറഞ്ഞ നിങ്ങളുടെ വണ്ടികൾ നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും അതിനെ മാറ്റാം എന്നുള്ളതാണ് പറയുന്നത്. നിയമം അംഗീകരിക്കാത്ത ഒരു കാര്യം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റുന്നു. അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എത്രത്തോളം ഫേക്കായിട്ടുള്ള ഒരു ലോജിക്കിൻ്റെ പുറത്താണ് കേരളം എന്ന് പറയുന്ന സൊസൈറ്റി നിൽക്കുന്നത് എന്നുള്ളത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇടതുപക്ഷത്തിൽ മാത്രമല്ല, യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ലോജിക്കിനെ പോലും അത് ഏറ്റവും നന്നായിട്ട് ഗുണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പിന്തിരിപ്പൻ ശക്തികൾക്കാണ്. അവർക്കാണ് ഈ നുണയുടെ സാഹിത്യത്തിൻ്റെ, നുണയുടെ അടിത്തറയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന അവർക്കാണ്. അവർക്ക് എന്ത് കഥകൾ വേണമെങ്കിലും വിൽക്കാം. കോൺഗ്രസ്സിന് പോലും സർവൈവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് അതിൻ്റെ ഇല്ലോജിക്കിൻ്റെ ഈ ബേസ് അതിൻ്റെ പുറത്തുണ്ടാക്കുന്ന ഈ വ്യാമോഹങ്ങളുടെ ഈ ഒരു വലിയ സാധനം ഇത് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് യാഥാർത്ഥ്യവുമായിട്ട് ഉരച്ചു നോക്കേണ്ടതില്ല എന്നുള്ളൊരു ലോജിക്കിലേക്ക് നിങ്ങൾ വരുന്നു. അത് അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇത് എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് പോലും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളത്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു കാര്യം. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ആ നരേറ്റീവ്. ഇപ്പം ഞാൻ ഈ 37 തുടങ്ങി 57 വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ചരിത്രം നോക്കുമ്പം അതിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നോട്ടീസ് അടിക്കൽ, കല്ലച്ചിലുള്ള നോട്ടീസാണെങ്കിൽ അടിക്കൽ, ആളുകളെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾ എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് മാത്രമേ ആളുകൾ കാണൂ. അപ്പോൾ കാണിക്കാനുള്ളൊരു ലോജിക്കലി കാണിക്കാൻ പറ്റുന്നൊരു സാധനം ഉണ്ടാകണം. അതിൽ നിങ്ങളുടെ ഭാഗത്ത്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നിട്ടുള്ള വലിയ വീഴ്ചകൾ അവർ പരിഹരിക്കണം. കാണേണ്ട കാഴ്ചകൾ കാണാൻ മനുഷ്യർക്ക് അവസരമുണ്ടാക്കുന്ന ലോജിക്കലായിട്ടുള്ള, യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തിന് മാറ്റേണ്ടതുണ്ട്. CPMൻ്റെ അധികാര നഷ്ടം എന്നുള്ളതല്ല ശരിക്കും നമ്മളെ പേടിപ്പിക്കേണ്ട കാര്യം. നമ്മുടെ ബേസിക് ലോജിക്ക് നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.